എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹിയർ ദ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ദുഅൽ മക്കാൻ്റെയും ഷേർഖാൻ്റെയും കഥ തുടരുന്നു. രാജാവിന് വൃദ്ധയോടുള്ള ബഹുമാനം ഇരട്ടിച്ചു. ഞാൻ 1 മാസം ഉപവാസം അനുഷ്ഠിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. വൃദ്ധ തുടർന്നു. ഉപവാസത്തിന് ശക്തി ലഭിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. തൽക്കാലം ഒരു ചെമ്പുപാത്രം തരൂ. ഉടനെ ചെമ്പുപാത്രം വരുത്തി. വൃദ്ധ അതിൽ ശുദ്ധജലം നിറച്ച് 1 മണിക്കൂർ നേരം എന്തോ മന്ത്രിച്ചു. തുണി കൊണ്ട് പാത്രം മൂടിക്കെട്ടി മുദ്ര വച്ചു. പാത്രം രാജാവിന് നൽകിയിട്ട് പറഞ്ഞു, ആദ്യത്തെ 10 ദിവസത്തെ ഉപവാസം കഴിഞ്ഞാൽ ഈ മുദ്ര പൊട്ടിച്ച് ഇതിലെ പരിശുദ്ധ ജലം കുടിച്ചുകൊള്ളൂ. അത് അങ്ങേക്ക് ശക്തി തരും, ജീവിത മാലിന്യങ്ങൾ ദൂരീകരിക്കും. അതുവരെ തൽക്കാലം എനിക്ക് വിട തരൂ. എൻ്റെ അദൃശ്യ സഹോദരങ്ങളുമായി സമ്പർക്കം പുലർത്തിയിട്ട് കുറേ കാലമായി. അവരെ സന്ദർശിച്ച് 11-ാം ദിവസം ഞാനിവിടെ എത്തിക്കൊള്ളാം. രാജാവിന് ശാന്തി നേർന്നുകൊണ്ട് വൃദ്ധ വിട വാങ്ങി. അദ്ദേഹം ആ പാത്രം ഭദ്രമായി സൂക്ഷിച്ചു വച്ചു. വാതിലടച്ച് ധ്യാനവും ഉപവാസവും തുടങ്ങി. 11-ാം ദിവസം രാവിലെ രാജാവ് ആ പാത്രത്തിലെ ജലം ഒറ്റ വലിക്ക് കുടിച്ചു. വാതിലിൽ മുട്ടുന്നത് കേട്ട് രാജാവ് കതക് തുറന്നു. അത് ആ വൃദ്ധയായിരുന്നു. വാഴയില കൊണ്ടുള്ള ഒരു പൊതിയുമായി ആ വൃദ്ധ അകത്തു പ്രവേശിച്ചു. നിങ്ങളുടെ പിതാവ് അവരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. വൃദ്ധ അദ്ദേഹത്തോട് പറഞ്ഞു, മഹാരാജാവേ, നാം സുഹൃത്തുക്കളാണെന്നറിഞ്ഞപ്പോൾ എൻ്റെ ആ അദൃശ്യ സഹോദരർക്ക് സന്തോഷമായി. അവർ സ്നേഹോപഹാരമായി തന്നയച്ചതാണ് ഈ തേൻകുഴമ്പ്. ഇത് സ്വർഗത്തിലെ ദിവ്യകന്യകമാർ ഉണ്ടാക്കിയതാണ്. 21-ാം ദിവസം ഈ പൊതി അഴിച്ച് തേൻകുഴമ്പ് കഴിച്ച് വിശപ്പടക്കിക്കൊള്ളൂ. രാജാവ് ആനന്ദതുന്തിലനായി. അല്ലാഹുവിൻ്റെ അനുഗ്രഹം. അദൃശ്യ ആത്മാക്കളും എൻ്റെ സഹോദരരായിരിക്കുന്നു. വൃദ്ധ അന്നും അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു മടങ്ങി. 21-ാം ദിവസം പുലർന്നപ്പോൾ രാജാവ് വൃദ്ധയുടെ നിർദ്ദേശം അനുസരിച്ചു. അന്നും വൃദ്ധ അവിടെ എത്തി. രാജാവേ, ഞാൻ കൊണ്ടുവന്ന സുന്ദരിമാരെ അങ്ങേക്ക് ദാനം ചെയ്യുന്ന കാര്യം അദൃശ്യ സഹോദരരുമായി ആലോചിച്ചു. അവർക്കത് വളരെ പ്രിയങ്കരമായി. ആ യുവതികളെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ പറഞ്ഞയച്ചിരിക്കുകയാണ്. എന്തിനാണെന്നോ? അങ്ങേക്ക് നൽകുന്നതിന് മുൻപ് അവരുടെ സുകുമാര ഗാത്രത്തിൽ സുഗന്ധം ഊതി പിടിപ്പിക്കുവാൻ. സ്വർഗസുഗന്ധം അങ്ങയെ ലഹരി പിടിപ്പിക്കും. അത് കഴിഞ്ഞാൽ അവരെ ഞാൻ ഇവിടെ എത്തിച്ചു കൊള്ളാം. മാത്രമല്ല, അവരുടെ വകയായി ഭൂമിയുടെ മാറിൽ ചിരകാലമായി ഒളിഞ്ഞു കിടക്കുന്ന ഒരു നിധിയും അങ്ങേക്ക് സമർപ്പിക്കാനുണ്ട്. അത് കുറെ കൂടുതൽ തന്നെ. ആ നിധി എടുക്കുന്നത് മൂലം ആരോടോ തെറ്റ് ചെയ്യുകയാവുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, രാജാവ് പറഞ്ഞു. അതൊന്നും സാരമില്ല, വൃദ്ധ സമാധാനിപ്പിച്ചു. അവരെ എന്നാണ് മടക്കിക്കൊണ്ടുവരിക? 30-ാം ദിവസം രാവിലെ, വൃദ്ധ പറഞ്ഞു. അങ്ങയുടെ ഉപവാസം കഴിഞ്ഞ് ദേഹം വിശുദ്ധമാക്കിയതിനു ശേഷം ആ സുഗന്ധനിധികളെ ഞാനിവിടെ എത്തിക്കും. അങ്ങേക്ക് അവരോടൊത്ത് ശയിക്കാം. ഇവിടെ അങ്ങുള്ളഴിഞ്ഞ് സ്നേഹിക്കുന്ന വേറെ വല്ല പെൺകൊടികളുമുണ്ടോ? വേണമെങ്കിൽ ഞാൻ അവരെയും കൂട്ടിക്കൊണ്ടുപോയി സ്വർഗസുഗന്ധികളാക്കാം. നന്ദി, നന്ദി. എൻ്റെ രാജധാനിയിൽ സഫിയ എന്നു പേരായി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുവളുണ്ട്. അഫ്രീദുൻ രാജാവിൻ്റെ പുത്രിയാണവൾ. എനിക്ക് 2 ഓമന കുഞ്ഞുങ്ങളെ നൽകിയത് അവളാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ഒളിച്ചുപോയി. വർഷങ്ങളായി അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. സഫിയയെ കൂടി കൊണ്ടുപോകൂ. നിങ്ങളുടെ അദൃശ്യ സഹോദരർ അവൾക്ക് നഷ്ടപ്പെട്ട മക്കളെ തിരിച്ചു നൽകാതിരിക്കില്ല. അതെ അതെ, നിശ്ചയമായും. വേഗം അവളെ എൻ്റെ കൂടെ അയക്കൂ, വൃദ്ധ പറഞ്ഞു. രാജാവ് ഉടനെ തന്നെ സഫിയയെ വിളിച്ച് വൃദ്ധയെ ഏൽപ്പിച്ചു. വൃദ്ധ തൻ്റെ മുറിയിൽ പോയി മുദ്ര വെച്ച ഒരു ചഷകം എടുത്തുകൊണ്ട് വന്നു. ചഷകം രാജാവിൻ്റെ നേരെ നീട്ടി. 30-ാം ദിവസം രാവിലെ
അങ്ങ് ഉപവാസം നിർത്തണം, സ്നാനമന്ദിരത്തിൽ കുളിക്കണം, തിരിച്ചു വന്ന് ഈ കുപ്പിയിലെ ദ്രാവകം നുകരണം. ദൈവം അങ്ങയെ അനുഗ്രഹിക്കും. വൃദ്ധ തൻ്റെ 5 തരുണീമണികളെയും സഫിയയെയും കൊണ്ടുപോയി. രാജാവ് ഉപവാസം ആരംഭിച്ചു. 30-ാം ദിവസം രാവിലെ അദ്ദേഹം വൃദ്ധ ഉപദേശിച്ചതുപോലെ സ്നാനമന്ദിരത്തിൽ പോയി കുളിച്ചു മടങ്ങി വന്നു. ആരും ശല്യം ചെയ്യരുതെന്ന് കരുതി വാതിലടച്ചു. ചഷകത്തിൻ്റെ മുദ്ര പൊട്ടിച്ച് അതിലെ ദ്രാവകം കുടിച്ചു. അദ്ദേഹം വിശ്രമാർത്ഥം മഞ്ചത്തിൽ ചാഞ്ഞു. ഉപവാസം കഴിഞ്ഞല്ലോ, രാജാവ് വിശ്രമിക്കട്ടെ എന്ന് കരുതി വൈകുന്നേരം വരെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയില്ല. രാത്രിയും ഞങ്ങൾ കാത്തിരുന്നു. പിറ്റേന്ന് പുലർന്നിട്ടും വാതിൽ തുറക്കുന്നില്ല. ഒടുവിൽ ഞങ്ങൾ വാതിൽക്കൽ ചെന്ന് മുട്ടി വിളിച്ചു. ഒച്ചയും അനക്കവുമില്ല. ഞങ്ങൾ പരിഭ്രാന്തരായി വാതിൽ പൊളിച്ച് അകത്ത് കടന്നു. രാജാവിനെ അവിടെ കണ്ടില്ല. മഞ്ചത്തിൽ കുറേ എല്ലിൻ കഷ്ണങ്ങളും മാംസശകലങ്ങളും മാത്രം ശേഷിച്ചിരുന്നു. ഞങ്ങൾ സ്തബ്ധരായി. ചിലർ ബോധം കെട്ട് വീണു. ഞങ്ങൾ ആ ചഷകം പരിശോധിച്ചു. അതിനുള്ളിൽ ഒരു തുണ്ട് കടലാസ് ഉണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ കുറിച്ചിരുന്നു: ഈ നീചന് വേണ്ടി കണ്ണുനീർ വീഴ്ത്തരുത്. രാജപുത്രിമാരുടെ ചാരിത്രം നശിപ്പിക്കുന്ന ഖലപ്രഭുക്കളെ കാത്തിരിക്കുന്ന ശിക്ഷ എന്താണെന്ന് ഈ കത്ത് വായിക്കുന്നവർക്ക് മനസ്സിലാകണം. ഈ മനുഷ്യൻ ഞങ്ങളുടെ നിർഭാഗ്യവതിയായ രാജപുത്രി ഇബ്രീസയെ അപഹരിക്കാൻ നിന്റെ പുത്രനായ ഷേർഖാനെ നിയോഗിച്ചു. കയ്യിൽ കിട്ടിയപ്പോൾ ഈ നീചൻ അവളുടെ ചാരിത്രം അപഹരിച്ചു. പിന്നീട് അവളെ ഒരു വൃത്തികെട്ട കറുത്ത അടിമയ്ക്ക് വിറ്റുകളഞ്ഞു. ആ ദുഷ്ടസത്വം അവളുടെ മാനഹാനിക്കും മരണത്തിനും കാരണക്കാരനായി. ഇതെല്ലാം ചെയ്തത് ഉമർ അൽ നുഅ്മാൻ എന്ന ഈ രാജാവാണ്. ധീരയായ, പ്രതികാരേച്ഛുവായ, വിനാശകാരിയായ ഈ വൃദ്ധ അയാളെ നശിപ്പിച്ചു. മാത്രമല്ല, കോൺസ്റ്റാന്റിനോപ്പിളിലെ രാജാവായ അഫ്രീദൂനിൻ്റെ പുത്രിയായ സഫിയയെ അവളുടെ പിതാവിന് തിരിച്ചു നൽകാനായി കൂട്ടിക്കൊണ്ടു പോന്നു. ഞങ്ങൾ ഉടൻ തന്നെ സൈന്യവുമായി ഇവിടെ എത്തും. നിങ്ങളെ സമൂലം നശിപ്പിക്കും. കുരിശിനെ ആരാധിക്കുന്ന ഈ ഭൂമിയിൽ ക്രിസ്ത്യാനികൾ മാത്രമേ ശേഷിക്കൂ. വരാൻ പോകുന്ന ഭീകരമായ വിപത്തിനെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമായി. കരഞ്ഞതുകൊണ്ട് ഫലമില്ലെന്ന് മനസ്സിലായി. മരിച്ചവരെ ഒന്നുകൊണ്ടും തിരിച്ചു കിട്ടില്ല. അവസാനം ആരാണ് അനന്തരാവകാശിയാകേണ്ടതെന്ന തർക്കമായി. ദീർഘകാലത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഷേർഖാനെ രാജാവായി തിരഞ്ഞെടുക്കുവാൻ നിശ്ചയിച്ചു. പക്ഷേ കരുണാനിധിയായ ദൈവം നിങ്ങളെ അയച്ചു തന്നു. മന്ത്രി നിശബ്ദനായി. 3 പേരും വിതുമ്പിക്കരഞ്ഞു. നുഷ്അത്തിൻ്റെ അരികിലിരുന്ന പള്ളിയറ വിചാരിപ്പുകാരനും കണ്ണുനീരൊഴുക്കി. ആദ്യം നുഷ്അത്തിൻ്റെ പ്രിയതമൻ തന്നെ മൗനത്തിന് വിരാമമിട്ടു. അദ്ദേഹം ദുഅൽ മക്കാനോട് പറഞ്ഞു: രാജാവേ, കണ്ണുനീരിന് അങ്ങയുടെ പിതാവിനെ മടക്കി കൊണ്ടുവരാൻ സാധിക്കില്ല. മനഃശക്തി ആർജിക്കൂ. ധീരതയോടെ രാജ്യകാര്യങ്ങൾ നടത്തൂ. പിതാക്കന്മാർ പുത്രന്മാരിൽ കൂടി ഉയർത്തെഴുന്നേൽക്കുന്നു. അങ്ങയുടെ കീർത്തിയാൽ അങ്ങയുടെ പിതാവിൻ്റെ നാമവും നിലനിൽക്കട്ടെ. ദുഅൽ മക്കാൻ സ്വസ്ഥനായി. അദ്ദേഹം സഭ വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചു. മക്കാൻ സിംഹാസനസ്ഥനായി. ഒരു വശത്ത് പള്ളിയറ വിചാരിപ്പുകാരൻ, മുൻപിൽ മന്ത്രി ദൻഡാൻ, പുറകിൽ സൈനികർ. പ്രഭുക്കന്മാരും മറ്റുദ്യോഗസ്ഥന്മാരും പദവിക്കനുസരിച്ച് സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു. ദുഅൽ മക്കാൻ ആദ്യം തന്നെ അന്വേഷിച്ചത് ഉമർ അൽ നുഅ്മാൻ്റെ ഖജാനയെക്കുറിച്ചായിരുന്നു. മന്ത്രി രാജസമ്പത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി വ്യക്തമാക്കി. ദൻഡാൻ അങ്ങ് തന്നെയാണ് എൻ്റെയും മന്ത്രി, കുമാരൻ പറഞ്ഞു. ദൻഡാൻ രാജാവിനെ താണു വണങ്ങി. ആയുരാരോഗ്യങ്ങൾ ആശംസിച്ചു. മക്കാൻ്റെ നിർദ്ദേശമനുസരിച്ച് പള്ളിയറ വിചാരിപ്പുകാരൻ ഡമാസ്കസിൽ നിന്നും കൊണ്ടുവന്ന കാഴ്ചദ്രവ്യങ്ങൾ ഒന്നൊഴിയാതെ അവിടെ കൂടിയിരുന്നവർക്കെല്ലാം ഭാഗിച്ചു കൊടുത്തു. എല്ലാവരും രാജാവിൻ്റെ ഔദാര്യത്തെ പുകഴ്ത്തി. മക്കാൻ കൂടാരമഴിപ്പിച്ച് ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടു. രാജ്യം മുഴുവൻ കൊടിക്കൂറകൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു. നഗരം പുതിയ രാജാവിനെ സന്തോഷത്തോടെ എതിരേറ്റു.
ഈ കഥയുടെ അടുത്ത ഭാഗം നമുക്ക് നാളെ കേൾക്കാം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടവർ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്